മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നത് മലയാളികളുടെ ആകെ ആശങ്കയാണ്. വയനാട് ഉരുൾപൊട്ടി നൂറുകണക്കിന് ആളുകൾ മരിച്ചു. ഒരുപാട് ആളുകൾ സങ്കടക്കടലിലാണ്. ഇപ്പോഴും പുനരധിവാസത്തെക്കുറിച്ചുള്ള കണക്കെടുപ്പുകൾ തുടങ്ങിയിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ആ സങ്കടക്കടൽ താണ്ടണമെങ്കിൽ കേരളം ഇനിയും എത്രയോ ദൂരം താണ്ടണം, എത്രയോ ദൂരം ഇനിയും പോകേണ്ടതുണ്ട് കേരളത്തിന്. ആ അവസരത്തിൽ മുല്ലപ്പെരിയാർ വളരെ വലിയ ദുഃഖമായി, ജലബോംബായി ഓരോ മലയാളികളുടെയും ഹൃദയത്തിലുണ്ട്. തീർച്ചയായും മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന ഭയം എല്ലാ മലയാളികളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിന് പുതിയൊരു ഡാം എന്ന ആവശ്യം ശക്തമായി ഉയർന്നു. സുപ്രീം കോടതി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. മുല്ലപ്പെരിയാറിൽ എന്താണ് ശാശ്വത പരിഹാരം? അവരും ഒടുവിൽ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, പുതിയൊരു ഡാം വേണം. എന്നാൽ മുല്ലപ്പെരിയാർ ഡാം ഉടനെയെങ്ങും പൊട്ടില്ല. കാരണം അതൊരു ഗ്രാവിറ്റി ഡാമാണ്. ഭാരം സംബന്ധിച്ച് ഭാരത്തിൻ്റെ ക്രമമനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമാണ്. അതിന് പറയുന്നത് പിരമിഡുകൾ കണ്ടിട്ടില്ല, പിരമിഡിൻ്റെ നിർമ്മാണ രീതി അനുസരിച്ചുള്ള ഒരു ഡാമാണ് ഇത് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു വശം, അതായത് അതിൻ്റെ അടിഭാഗം വളരെ വിസ്തൃതമാണ്, മുകൾ ഭാഗം വിസ്തൃതി കുറവാണ്. ജലം വന്ന് ചേരുന്ന ഭാഗം സ്ലിമ്മായിരിക്കും, മറുഭാഗം ഒരുപാട് വീതിയുള്ള ഭാഗമാണ്. അതുകൊണ്ട് ജലത്തിൻ്റെ ഫോഴ്സിനേക്കാൾ ഇരട്ടി ശക്തി മറുഭാഗത്തുണ്ട് എന്നതാണ് ഒരു കാരണം, പൊട്ടാൻ സാധ്യതയില്ല എന്നത്. രണ്ടാമത് ഒരു ആശങ്ക അവർ ദൂരീകരിക്കുന്നത്, സിമൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ചുണ്ണാമ്പും ചെളിയും ഒക്കെ ചേർത്ത് സുർക്കി മിശ്രിതമാണ് ഈ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാലക്രമേണ ജലം ചേർന്ന് ഒഴുകി പോയിരിക്കാം. അതുകൊണ്ട് പാറ ഇടുക്കൊക്കെ പാറയിൽ ബലക്ഷയം സംഭവിച്ചിരിക്കാം എന്നൊക്കെ ആളുകൾക്ക് ആശങ്കയുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അതൊക്കെ കാലാകാലങ്ങളിൽ കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പാറകളൊന്നും ഒലിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഭയവും നാട്ടുകാർക്ക് വേണ്ട എന്ന് ഈ വിദഗ്ധ സമിതി പറയുന്നു. മറ്റൊരു സംഭവം പറയുന്നത്, ഇതിൻ്റെ മുകൾ ഭാഗം മുതൽ, അതായത് ഡാമിൻ്റെ മുകളിലെ കല്ല് മുതൽ ഇതിൻ്റെ അടിഭാഗത്തെ കല്ല് വരെ ഉരുക്ക് കമ്പി കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ കല്ലും ഉരുക്ക് ചെയിൻ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടും ഈ ഒഴുക്ക് കൊണ്ട് കല്ലുകൾ ഒഴുകിപ്പോവുകയില്ല എന്ന് പറയുന്നു. ഇതൊരു കൽക്കൂമ്പാരം ആണ്, അതായത് പിരമിഡുകൾ എങ്ങനെയാണ്, കൽക്കൂമ്പാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൽക്കൂമ്പാരം ഒരിക്കലും ഒഴുകി പോവുകയില്ല. ഇതൊരു വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരമാണ്, അളന്ന് കുറിച്ച് വച്ചിരിക്കുന്ന കൽക്കൂമ്പാരമാണ്. പിരമിഡിൻ്റെ അതേ ഫിസിക്സ് അനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്ന കൽക്കൂമ്പാരമാണ്. ഇതൊരിക്കലും തകർന്നു പോവുകയില്ല എന്ന് പറയുന്നു. ഇനി ഇത് തകർന്നാൽ ഇടുക്കി ഡാമിൽ, അതായത് നമ്മുടെ പ്രധാന ഡാമിൽ, അവിടെ ഷട്ടറുകളില്ലാത്തൊരു ഡാമാണ്. അതിനുശേഷം ചെറുതോണി ഡാമുണ്ട്, അവിടെ 5 ഷട്ടറുകളാണുള്ളത്. ഈ 5 ഷട്ടറുകൾ തുറന്നാൽ തന്നെയും മുല്ലപ്പെരിയാറിലെ ജലം ഒഴുക്കിവിടാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഡാം, മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ 5 ജില്ലകളെയും തകർത്ത് മുന്നോട്ട് പോകുമെന്നാണ് പ്രധാനപ്പെട്ട ആശങ്ക. ആ ആശങ്കയ്ക്കും വിദഗ്ധ സമിതി നൽകുന്ന മറുപടി വളരെ വ്യക്തമാണ്. ഈ ഡാം, മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും ഒരു ബലക്ഷയം ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചോർച്ചയോ എന്തെങ്കിലും ഭൂകമ്പമോ ഉണ്ടായി മുല്ലപ്പെരിയാർ ഡാം ഒരു ഷേക്ക് ഉണ്ടായി തകരാനിടയായാൽ, ഈ ഒന്നാം ഘട്ടത്തിൽ ഈ കല്ലുകൾ ഒന്ന് അനങ്ങിയാൽ തന്നെയും അത് പൂർണ്ണതോതിൽ തകർന്നു പോവുകയില്ല. കാരണം ആ ഉരുക്ക് കമ്പികൾ ഈ കല്ലുകളെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ അടിവാരം വിസ്തൃതമായതുകൊണ്ട് ടോട്ടലായിട്ട് ഒഴുകി പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ അതേ ഫോഴ്സിൽ, വെള്ളം എത്ര നിൽക്കുന്നോ അതേ ഫോഴ്സിൽ വെള്ളം ഒഴുകി പുറത്തേക്ക് പോകില്ല. വെള്ളം കല്ലിൽ തടഞ്ഞ് ഫോഴ്സ് കുറഞ്ഞായിരിക്കും ഇടുക്കി ഡാമിലേക്ക് എത്തുക. ഇടുക്കി ഡാമിൽ നിന്ന് ഫോഴ്സ് കുറഞ്ഞാകും ചെറുതോണിയിലെത്തുക. അങ്ങനെ ശക്തമായ ഒരു ഒഴുക്ക് ഉണ്ടാവുകയില്ല എന്നും വിദഗ്ധ സമിതി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഈ ജലബോംബെന്ന ഭീതി ആർക്കും വേണ്ട. എങ്കിലും വിദഗ്ധ സമിതി പറയുന്നു, പുതിയ ഡാമിന് എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, DPR തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 1400 കോടി രൂപയാണ് വകയിരുത്തിയിട്ട് DPR പറയുന്നത്.
ഇതിന് കേന്ദ്ര അനുമതി കിട്ടിയാൽ പുതിയ ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മുല്ലപ്പെരിയാർ എന്ന ഭീതി മലയാളികളുടെ മനസ്സിലുണ്ട്. 50 ലക്ഷം ആളുകളെ ഇത് പ്രതികൂലമായി ബാധിക്കും. അവരുടെ ജീവന് ഭീഷണിയാണ്, ജീവനും സ്വത്തിനും ഭീഷണിയാണ് എന്ന കണക്കുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇരു സർക്കാരുകളും, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. പോരാത്തതിന് തമിഴ്നാട്ടിലേക്ക് ജലം ഇപ്പോൾ എത്രമാത്രം ജലമാണ് കൊടുക്കുന്നത് അത്രയും ജലം വീണ്ടും കൃത്യമായി കൊടുക്കുമെന്നുള്ള ഉറപ്പ് സംസ്ഥാന സർക്കാർ, അതായത് കേരള സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പുതിയ ഡാം അതിവേഗം തന്നെ പ്രാബല്യത്തിൽ വരും. സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയും പറയുന്നത് ഇങ്ങനെയൊക്കെ ആണ്. ബലക്ഷയം ഇല്ല, ബലക്ഷയം അല്ലെങ്കിൽ തകരാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ ഡാം അങ്ങനെ ഒരു ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തകരില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും ജലം അതേ ഫോഴ്സിൽ ഒഴുകി പോവുകയില്ല എന്നും അവർ പറയുന്നുണ്ടെങ്കിലും അവരും പറയുന്നത് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഭയം മാറ്റുന്നതിന് പുതിയൊരു ഡാം ആധുനിക സാങ്കേതിക വിദ്യകളോടുകൂടി, വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള പുതിയ ഡാം നിർമ്മിക്കണം. അതിന് വേണ്ട സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, അതിനുവേണ്ടിയുള്ള DPR തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഉടനെ യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.